ഇസ്ലാമിക പ്രസ്ഥാനത്തെപ്പറ്റിയും അതിന്റെ ആദർശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും അതിനെക്കുറിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ അർത്ഥശൂന്യതകളെക്കുറിച്ചും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ യഥാർത്ഥ നിലവാരത്തെയും നിലപാടിനെ സംബന്ധിച്ചും ചില സംഗതികളൊക്കെ കൂടി നിങ്ങളുടെ മുമ്പിൽ പറയുവാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും വ്യക്തമാക്കാറുള്ളത് പോലെ ഏതെങ്കിലും നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ അന്യോന്യം നടത്തിക്കൊണ്ട് കാലം കഴിക്കുവാൻ സമയമില്ലാത്ത രീതിയിൽ ഉജ്ജ്വലമായ ഒരു ദൗത്യം ഏറ്റെടുത്ത ഉന്നതമായ ഒരു പ്രസ്ഥാനമാണിത്. ഈ ലോകമാകുന്ന ഇത്രയും വലിയ ഒരു സാഗരത്തിന് മുമ്പിൽ മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണിത്. ഇതൊരു തൊണ്ട് കടഞ്ഞിട്ടൊരിക്കലും നിൽക്കില്ല. പക്ഷേ എങ്കിൽ പോലും സാധാരണക്കാരായ ആളുകൾക്ക് സംഗതികൾ മനസ്സിലാക്കുന്നതിന് മുമ്പിൽ തടസ്സം നിൽക്കുന്ന രീതിയിൽ ഉപജീവനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഇസ്ലാമിക പ്രസ്ഥാനത്തെ തെറിപറയിൽ ഒരു ജോലിയാക്കി മാറ്റിയവർ അത് നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധാരണക്കാർ ഈ അന്ധവിശ്വാസങ്ങളിലും അബദ്ധങ്ങളിലും തെറ്റായ ധാരണകളിലും പെട്ട് ജീവിതകാലം തുലച്ചവസാനം നരകത്തിൽ പോയി പെട്ടുപോകരുതല്ലോ എന്ന ഗുണകാംക്ഷയുള്ളതുകൊണ്ട് വിശ്വസിക്കാവുന്നവന് വിശ്വസിക്കുവാൻ, സ്വീകരിക്കാവുന്നവന് സ്വീകരിക്കുവാൻ ചില സംഗതികൾ ഞങ്ങൾ സഹോദരങ്ങളുടെ സവിശേഷ ശ്രദ്ധയ്ക്ക് മുമ്പിൽ സാന്ദർഭികമായി സമർപ്പിക്കുകയാണ്. ആമുഖമായി ഞാനും പറയുന്നു, എന്റെ ബഹുമാന്യനായ ജനാബ് CH അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു, فبشر عباد الذين يستمعون القول فيتبعون احسنه اولئك الذين هداهم الله واولئك هم اولو الالباب. നിങ്ങളൊരു വിഭാഗത്തിന് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് അവരുടെ പ്രത്യേകത? الذين يستمعون القول فيتبعون احسنه, കാര്യങ്ങളെ വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് ശരി എന്ന് തോന്നുന്നത് മാത്രം പിൻപറ്റുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി എന്തുമങ്ങോണ്ട് വെട്ടിവിഴുങ്ങുന്ന പ്രകൃതം ഇസ്ലാമികമായ വീക്ഷണത്തിൽ ശരിയല്ലാത്തതാണ്. പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും പ്രസിദ്ധീകരണങ്ങൾ വായിക്കുമ്പോഴും സത്യാന്വേഷിയായ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഈ മാനദണ്ഡം നിങ്ങളുടെ ഈ ശ്രദ്ധയിലും ഈ കൂടലിലും ഈ പറയലും ഈ കേൾക്കലും അവസാനിക്കുന്നതുവരെയും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിലനിർത്തണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉൻയാന. പരിശുദ്ധ ഖുർആൻ ഇബാദുർ റഹ്മാൻ, സത്യ അല്ലാഹുവിന്റെ യഥാർത്ഥ കരുണാവാരിധിയായ റബ്ബിന്റെ യഥാർത്ഥ ദാസന്മാരുടെ ലക്ഷണങ്ങൾ വിശദീകരിക്കവേ ഖുർആൻ പറയുന്നു, അവരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാൽ പോലും കേട്ടപാതി കേൾക്കാത്ത പാതി അവന്മാരതിന്മേൽ മുഖം കുത്തി അന്ധരും ബധിരരുമായി മുഖം കുത്തി വീഴുകയില്ല എന്ന് അന്വേഷിക്കുക, പഠിക്കുക, ചിന്തിക്കുക. എന്നിട്ട് ഓരോരുത്തരുടെയും ജീവിത വിജയത്തിനുതകുന്ന രക്ഷയുടെ പാതയേത് എന്ന് കണ്ടെത്തുവാൻ, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുതകുന്ന സന്മാർഗത്തിന്റെ വഴിയേതെന്ന് കണ്ടെത്തുവാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേതാവായി അംഗീകരിച്ച മുസ്ലിം സഹോദരങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും നേതാവ് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർകളാണ്. പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവാകുന്നത് റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിലെ 12-ാം തീയതി മാത്രവുമല്ല. മുസ്ലിം ഉമ്മത്ത് എന്ന് മുസ്ലിം ഉമ്മത്തായോ എന്നവർ ഈ രീതിയിലുള്ള ഒരു ആദർശത്തിന്റെ ജീവിതം സ്വീകരിച്ചുവോ എന്നവർ ഇസ്ലാമികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമനിരോധങ്ങൾ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ സന്നദ്ധമായോ ആ ദിവസം മുതൽ ഈ ഉമ്മത്തും മുസ്ലിമയുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിലുള്ള മാതൃക പ്രവാചകന്റെ മാതൃകയാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാകണം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ ഉണ്ടായിക്കൂടാ, എന്തൊക്കെയാണ് നമ്മുടെ യഥാർത്ഥമായ വിജയത്തിന്റെ വഴി, എന്താണ് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന പാത എന്നൊക്കെ പഠിപ്പിക്കേണ്ടത്, എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, അത്തരം കാര്യങ്ങളെ അവലംബിക്കുമ്പോൾ ആശ്രയിക്കേണ്ടത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു സമ്പൂർണമായ ഒരു ദീനിന്റെ ചിത്രം. നിങ്ങൾക്കറിയാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഉണ്ടായി വന്ന ഉന്നതമായ ആദർശ സമൂഹത്തെക്കുറിച്ച് ഞാൻ ഈ വിഷയത്തിന്റെ ഒരു മുഖവുര എന്ന നിലക്ക് ആ സംഗതികളെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല. കാരണം വേറെയും ഒരുപാട് സംഗതികളെ സംബന്ധിച്ച് നമുക്കിവിടെ സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് സഹായകമാകാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മുമ്പിൽ വളരെ ചുരുക്കി ചില സംഗതികൾ, എപ്പോഴും നമ്മൾ പറയാറുള്ള സംഗതികൾ ഈ സന്ദർഭത്തിലും ആനുഷംഗികമായി ഞാൻ അനുസ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരത് സഹിക്കുകയും ക്ഷമിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്.